Hi all, good evening. ഭയങ്കര ഇഷ്യൂ ആയിരുന്നു, നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നു. പിന്നെ ടെക്നിക്കൽ പ്രോബ്ലം, ലാപ്ടോപ്പ് ഓൺ ആവാതെ ഞാൻ കുറച്ചു നേരം കഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് കേട്ടോ നേരം വൈകിയത്. ഇപ്പൊ അധികം സമയം എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഹിസ്റ്റോറിക്കൽ ആന്റിസിഡൻസ് ഓഫ് ഓർഗനൈസേഷണൽ ബിഹേവിയർ. നമ്മൾ പറയാലോ സീരീസ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. ചിലപ്പോ ഒരു ഹോത്തോൺ സ്റ്റഡീസിന്റെ സീരീസ് ആയിട്ടായിരിക്കും ചോദിക്കുക, ചിലപ്പോൾ ഹിസ്റ്റോറിക്കൽ ആന്റിസിഡന്റ് തന്നെ ചോദിക്കാം. അങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയിട്ട് ആൻസർ ചെയ്യേണ്ട ഒരു പോർഷനാണ് കേട്ടത്. അതായത് എങ്ങനെയാണ് ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറയുന്ന ഒരു ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഒരു ഫീൽഡ് വന്നിട്ടുള്ളത്. സയന്റിഫിക് മാനേജ്മെന്റ് വോയിസ് പോയല്ലോ. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേക്കാം. ഇപ്പോ സയന്റിഫിക് മാനേജ്മെന്റ് സ്റ്റഡീസ് നടന്നത് 1900 മിഡ്വെയിൽ സ്റ്റീൽ കമ്പനിയിലെ ടൈലർ ആണ് ഈ ഒരു എക്സ്പെരിമെന്റ് നടത്തിയിട്ടുള്ളത്. എൻ എഞ്ചിനീയർ ബൈ പ്രൊഫഷൻ, Tyler believed that by redesigning the work situation, both higher output for the company and higher wages for the worker could be achieved. But Tyler പറയുന്നത് എഞ്ചിനീയർ ആയിരുന്നു ശരിക്കും. അദ്ദേഹം പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കിംഗ് സിറ്റുവേഷൻ റീഡിസൈൻ ചെയ്യും. എംപ്ലോയീസിന്റെ വർക്ക് സിറ്റുവേഷൻ റീഡിസൈൻ ചെയ്ത് കഴിഞ്ഞാല് കമ്പനിയുടെ ഔട്ട്പുട്ടിലും മാറ്റം വരുത്താം, അതേപോലെ തന്നെ എംപ്ലോയീസിന്റെ വേജസിലും മാറ്റം വരുത്താനായിട്ട് പറ്റും. രണ്ടിലും ഒരു പുരോഗതി ഉണ്ടാക്കാനായിട്ട് പറ്റുമെന്നാണ് അദ്ദേഹം വിശ്വസിച്ചത്. He found that if the employees are trained to when to work and when to rest, and then this leads to an increase in average productivity of a worker per day. അപ്പൊ അദ്ദേഹം പറഞ്ഞ എന്താ, എപ്പോ അവരെ എംപ്ലോയീസ് എപ്പോ വർക്ക് ചെയ്യണം, എത്ര ടൈം റെസ്റ്റ് എടുക്കണം, എപ്പോഴൊക്കെ റെസ്റ്റ് കൊടുക്കാം, ഇതൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് അവരുടെ ഒരു ആവറേജ് പ്രോഡക്ടിവിറ്റി കൂട്ടാനായിട്ട് പറ്റും. പെർ ഡേ അവരുടെ ആവറേജ് പ്രോഡക്ടിവിറ്റി കൂട്ടാം വിത്ത് ലെസ് റിപ്പോർട്ടഡ് ഫറ്റിഗ്. കേട്ടോ, ക്ഷീണം കുറവായിരിക്കും. ഒരു കോർഡിനേഷൻ കറക്റ്റ് ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് പ്രോഡക്ടിവിറ്റി കൂട്ടാനായിട്ട് പറ്റും, റിപ്പോർട്ടഡ് ഫറ്റിഗ് ലെസ് ആക്കാനായിട്ടും പറ്റും. Which in turn resulted in increased wages for them and reduced cost for the company. എന്താണ്, വേജസ് കൂട്ടാനായിട്ടും പറ്റും കമ്പനിയുടെ. ഒരു കോള് വന്നതാട്ടോ, സോറി. അപ്പൊ അദ്ദേഹം കണ്ടെത്തിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കും റെസ്റ്റൊക്കെ അവർ ഒന്ന് ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആവറേജ് പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ട് പറ്റും. അപ്പൊ അവരുടെ വേജസ് അതേപോലെ കൂട്ടാം, അല്ലെ, ശമ്പളം കൂട്ടി കൊടുക്കാം, പക്ഷെ അവർക്ക് ക്ഷീണം കുറവായിരിക്കും.
And in his book entitled Scientific Management, Tyler argued that the objective of management should be to increase progress of the employer as well as of the employee. അപ്പൊ അദ്ദേഹത്തിന്റെ സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുന്ന പുസ്തകത്തിലെ അദ്ദേഹം പറഞ്ഞത് എംപ്ലോയറിന് പ്രോഗ്രസ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ ആർക്കും പ്രോഗ്രസ് ഉണ്ടായിരിക്കും, എംപ്ലോയിക്കും, അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയിക്കും പ്രോഗ്രസ് ഉണ്ടാവും. അപ്പൊ ഒരു കൂട്ടർക്ക് ഉണ്ടാവുന്ന പ്രോഗ്രഷൻ മറ്റാളെയും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് അദ്ദേഹം ഈ ഒരു എംപ്ലോയീസിന്റെ ഒരു വർക്കിംഗ് സിറ്റുവേഷൻ മാറ്റാനായിട്ട് നോക്കിയത്. ഇതാണ് ഫസ്റ്റ് സ്റ്റഡി, സയന്റിഫിക് മാനേജ്മെന്റ് ഓഫ് എംപ്ലോയീസ്. ദ ബേസിക് ടെനറ്റ്സ് ഓഫ് ടൈലേഴ്സ് തിയറി were physical work can be scientifically studied to determine the optimal method in minimum number of steps of performing a job. Basic tenets നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ വർക്കിന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സയന്റിഫിക്കലി ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് പറ്റും. അതായത് ഓരോ എംപ്ലോയി എത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ട്, അതൊരു ഒപ്റ്റിമൽ മെത്തേഡ് അല്ലെങ്കിൽ ഒരു ജോബ്, ഒരു ടാസ്ക് ചെയ്ത് തീർക്കുന്ന നമ്പർ ഓഫ് സ്റ്റെപ്സ് കൺസിഡർ ചെയ്തുകൊണ്ട് ഒപ്റ്റിമൽ വർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് പറ്റും. വർക്കേഴ്സ് ക്യാൻ ബി മെയ്ഡ് മോർ എഫിഷ്യന്റ് ബൈ ഇൻസ്ട്രക്ടിങ് ദം ഓൺ ഹൗ ടു ഡു ദെയർ ജോബ്സ്. വർക്കേഴ്സിന് എന്ത് ചെയ്യാം, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, എങ്ങനെയൊക്കെ ചെയ്തു തീർക്കാം, ഒരു ടാസ്ക് എത്ര നന്നായിട്ട് എഫിഷ്യന്റ് ആയിട്ട് ചെയ്തു തീർക്കാം എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് അവർക്ക് കൊടുക്കുക. ആൻഡ് വർക്കേഴ്സ് വിൽ ഫോളോ ദോസ് ഇൻസ്ട്രക്ഷൻ പ്രൊവൈഡഡ് ദേ ആർ പെയ്ഡ് അപ്രോപ്രിയേറ്റ്ലി. പീപ്പിൾ ആർ പ്രൈമർലി മോട്ടിവേറ്റഡ് ബൈ ഇക്കണോമിക് റിവാർഡ്സ്, ദാറ്റ് ഇസ് മണി, ആൻഡ് ആർ ഈഗർ ടു ഗെറ്റ് ബെറ്റർ ഇക്കണോമിക് പൊസിഷൻസ്. വർക്കേഴ്സ് എന്ത് ചെയ്യും, ആ ഒരു ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യും. എപ്പോ അവർക്ക് കൃത്യമായിട്ട് ശമ്പളം ലഭിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവർ ആ ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യും. ഓക്കെ, അപ്പൊ കാരണം എന്താ, എല്ലാവരും കോമൺ ആയിട്ട് ഇക്കണോമിക് റിവാർഡ്സ് കൊണ്ട് മോട്ടിവേറ്റഡ് ആണ് അല്ലെ. അപ്പൊ നമ്മളായി കഴിഞ്ഞാലും ലാഭം കിട്ടുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ കൂടുതൽ ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് പൈസ കിട്ടുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും എല്ലാവരും ശ്രദ്ധിക്കുക. സോ ആ ഒരു കൺസേൺ തന്നെയായിരുന്നു ഈ ഒരു ടൈലേഴ്സിന്റെ സ്റ്റഡിയിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ഇതിന് വന്ന ഒരു ക്രിറ്റിസിസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ക്രിറ്റിസിസം ഓഫ് ടൈലേഴ്സ് അപ്രോച്ച്. ടൈലേഴ്സ് വർക്ക് വാസ് ക്രിറ്റിസൈസ്ഡ് ഓൺ ദ ഗ്രൗണ്ട്സ് ഓഫ് ഡീഹ്യൂമനൈസിംഗ് ദ വർക്ക് പ്ലേസ് ആൻഡ് പ്രൊമോട്ടിംഗ് ദ ഐഡിയ ഓഫ് എൻ ഇക്കണോമിക് മാൻ. അതായത് വർക്ക് പ്ലേസിനെ ഡീഹ്യൂമനൈസ് ചെയ്യാണ്, ഒരു എംപ്ലോയീസിനെ ഒരു മെഷീൻ ആക്കി മാറ്റാണ്, അല്ലെങ്കിൽ പൈസക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു ഇക്കണോമിക് മാൻ ആക്കി മനുഷ്യന്മാരെ മാറ്റാണ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു, ടൈലറിന്റെ ഈ ഒരു തിയറിനെ ക്രിട്ടിസൈസ് ചെയ്തു. Someone who works only for money, he was opposed for inhumanly exploiting the workers for higher wages. ക്രിട്ടിസൈസ് ചെയ്ത് എങ്ങനെയാണ്, കൂലിക്ക് വേണ്ടിയിട്ട് വർക്കേഴ്സിനെ എന്ത് ചെയ്യാണ്, ഇൻഹ്യൂമൻലി എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണ് എന്ന രീതിയിൽ അദ്ദേഹത്തിനെ ക്രിട്ടിസൈസ് ചെയ്തു. ഇതാണ് ടൈലറിന്റെ സയന്റിഫിക് മാനേജ്മെന്റ് എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ സയന്റിഫിക് മാനേജ്മെന്റ് ഓഫ് എംപ്ലോയീസ്. ഇതൊക്കെയാണോ, മനസ്സിലായോ പറഞ്ഞേ? ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മള് ഹോത്തോൺ സ്റ്റഡീസ് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഹോത്തോൺ സ്റ്റഡീസ് ആവും ചോദിക്കാം. നെക്സ്റ്റ് ആണ് നമ്മൾ ഹോത്തോൺ സ്റ്റഡീസ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഹോത്തോൺ സ്റ്റഡീസ് ചോദിച്ചു കഴിഞ്ഞാലും ആദ്യം എന്ത് വേണം, ടൈലറിന്റെ എക്സ്പെരിമെന്റ് തൊട്ടിട്ട് നമ്മൾ സയന്റിഫിക് മാനേജ്മെന്റ് തൊട്ടിട്ട് എഴുതണം. കാരണം ഈ ഒരു ബേസിക് കോൺസെപ്റ്റ് വെച്ചിട്ടാണ് നെക്സ്റ്റ് ഹോത്തോൺ സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അപ്പൊ അത് തൊട്ടിട്ട് നമ്മൾ പഠിക്കണം, എന്തായാലും അത് തൊട്ട് നോക്കാം. Human relations movement, Hawthorne studies the neoclassical approach. In 1924, a significant series of studies which was called as the Hawthorne experiments, named after Western Electrical Company, Hawthorne plant in Chicago, were conducted. 1924 ഒരു സീരീസ് ആയിട്ടാണ് സ്റ്റഡി നടന്നത്. ഒരു സ്റ്റഡി അല്ല, 5 സ്റ്റഡീസോളം നടന്നിട്ടുണ്ട്. വെസ്റ്റേൺ ഇലക്ട്രിക് കമ്പനി ആയിട്ടുള്ള ഹോത്തോൺ പ്ലാന്റ് ചിക്കാഗോയിലുള്ളതാണ്, അവിടെയാണ് ഈ ഒരു എക്സ്പെരിമെന്റ് നടക്കുന്നത്. ഒറിജിനലി കൺസീവ്ഡ് ആസ് എ ടെസ്റ്റ് ഓഫ് സം ആസ്പെക്ട്സ് ഓഫ് ടൈലേഴ്സ് പ്രിൻസിപ്പിൾ. കണ്ടോ, എവിടെ നിന്നാണ് ഒറിജിൻ വന്നത്, എവിടെ നിന്നാണ്, ടൈലേഴ്സിന്റെ പ്രിൻസിപ്പിൾ നിന്നാണ്. The researchers were trying to find out the optimal level of illumination required for the workers to produce telephone equipment. Researchers നോക്കിയത് ഇലൂമിനേഷന്റെ ഒപ്റ്റിമൽ ലെവല് എത്രത്തോളം ഒരു ടെലിഫോൺ എക്യുപ്മെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോ ഇലൂമിനേഷൻ എന്ന് പറയുമ്പോൾ ലൈറ്റിന്റെ എഫക്റ്റ്, ലൈറ്റ് ഇങ്ങനെ കൂട്ടിയും കുറച്ചിട്ടൊക്കെ നോക്കും, അത് എത്രത്തോളം അവരുടെ പ്രോഡക്ടിവിറ്റിനെ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതായിരുന്നു സ്റ്റഡി. Instead of finding the tailors assumed one best way, the researchers found that productivity increased after each change in lighting, the intensity of light, no matter how bright or dim they made it, and eventually they concluded that the workers were responding to the attention they were getting as a part of special research study, and this phenomena came to be known as the Hawthorne effect. Appo ivide tailors endanu paradu one best way, ഒരു
ഏറ്റവും നല്ലൊരു വഴിയായിരുന്നു ടൈലേഴ്സ് കണ്ടെത്തിയത്. ടൈലർ കണ്ടെത്തിയത് എന്തായിരുന്നു? ഏറ്റവും നല്ലൊരു വഴിയായിരുന്നു അദ്ദേഹത്തിന്റെ സ്റ്റഡിയിൽ ഉണ്ടായിരുന്നത്. ഇവിടെ പകരം ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ചു. ഫസ്റ്റ് അവർ നോക്കിയത് എന്താണ്? ലൈറ്റിങ്ങിനാണ്, ഇന്റൻസിറ്റിയിൽ നോക്കി. അത് കൂട്ടിയും കുറച്ചൊക്കെ നോക്കി. പക്ഷെ എന്താണ്, പ്രൊഡക്ടിവിറ്റിയിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. എങ്ങനെയാണോ പ്രൊഡക്ടിവിറ്റി ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി ഉണ്ടായിട്ടുള്ളൂ. But the researchers found that productivity increased after each change in lighting, no matter how bright or dim they made it. കണ്ടോ, അവിടെ ലൈറ്റിന്റെ വ്യത്യാസം അവരെ ബാധിച്ചില്ല. ലൈറ്റ് കുറഞ്ഞാലും കൂടിയാലും പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്തുകൊണ്ട് തന്നെ ഇരുന്നു. Eventually, they concluded that the workers were responding to the attention they were getting as a part of special research. അവരവിടെ നിന്ന് മനസ്സിലാക്കിയത് എന്താണ്? എംപ്ലോയീസ് മനസ്സിലാക്കി, കാരണം എന്തോ ഒരു സ്റ്റഡി അവിടെ നടക്കുന്നുണ്ട്. നമ്മുടെ പ്രോഡക്ടിവിറ്റിനെ കുറിച്ച് അറിയാനായിട്ട് എന്തോ ഒരു എക്സ്പെരിമെന്റ് ഈ ഒരു കമ്പനിയിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലായി. സോ അവരെന്ത് ചെയ്തു? അവരെ പ്രോഡക്ടിവിറ്റി കൂട്ടാനായിട്ട് നോക്കി. അപ്പൊ അവർക്ക് ഒരു സ്റ്റഡി നടക്കുന്നുണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കി. ഈ ഒരു ഫിനോമിനയാണ് ഹോത്തോൺ ഇഫക്റ്റ് എന്ന് പറഞ്ഞത്. ഓക്കെ, മനസ്സിലായോ? ഹോത്തോൺ ഇഫക്റ്റ് മനസ്സിലായോ? ഇനി എക്സ്പെരിമെന്റ്സ്. അപ്പൊ ഹോത്തോൺ സ്റ്റഡീസിനെ 5 മേജർ പാർട്സ് ആക്കിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. 5 മേജർ പാർട്സ് ആയിട്ട്, അതായത് 5 ഘട്ടങ്ങളായിട്ടാണ് ഈ ഒരു എക്സ്പെരിമെന്റ് നടന്നിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റത്തെ എക്സ്പെരിമെന്റ് ആണ് ഈ ഒരു ഇലൂമിനേഷനിലുള്ള എക്സ്പെരിമെന്റ്സ് ഓൺ illumination. In the series of the study, the first study investigated the effect of illumination on productivity of female employees in 3 selected departments. The researchers installed various set of lights in the workrooms. In some cases, the light was intense, in others, it was reduced considerably. A series of study, first study, illumination on productivity അറിയാനായിരുന്നു. ഫീമെയിൽ എംപ്ലോയീസ് ആയിരുന്നു അവർ സെലക്ട് ചെയ്തത്. 3 ഡിപ്പാർട്ട്മെന്റുകളിലായിട്ടുള്ള വിവിധ സ്ത്രീകൾ അവരെ എംപ്ലോയീസിനെ സെലക്ട് ചെയ്തിട്ടാണ് എക്സ്പെരിമെന്റ് നടത്തിയത്. അവരെ വർക്ക് റൂമിലേക്ക് എന്ത് ചെയ്തു? വേരിയസ് ആയിട്ടുള്ള സെറ്റ് ഓഫ് ലൈറ്റ്സ് അവർ ഇൻസ്റ്റാൾ ചെയ്തു. ചിലത് കൂട്ടിയും കുറച്ചിട്ടൊക്കെ ആയിരുന്നു തുടങ്ങിയത്. While the control group worked under a constant intensity of light. കൺട്രോൾ ഗ്രൂപ്പ് എടുത്തു. കൺട്രോൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താ? അവർക്ക് അവിടെ ഒരു മാറ്റവും ഇല്ല. അവര് കോൺസ്റ്റന്റ് ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ആണ്. അവരുടെ ലൈറ്റ് ഒരേപോലെ ആയിരുന്നു, അതിൽ മാറ്റമൊന്നുമില്ല. ഒരു മിനിറ്റ് കേട്ടോ. അപ്പൊ കൺട്രോൾ ഗ്രൂപ്പിന് എങ്ങനെയായിരുന്നു? കോൺസ്റ്റന്റ് ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ആയിരുന്നു, ലൈറ്റിൽ മാറ്റമില്ല. ദ എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ് ബിഗൻ വർക്കിംഗ് ഇൻ ദ സിമിലർ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ആസ് ദാറ്റ് ഓഫ് ദ കൺട്രോൾ ഗ്രൂപ്പ്, വിച്ച് ഗ്രാജുവലി വാസ് റെഡ്യൂസ്ഡ്. എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ് തുടങ്ങിയത് കൺട്രോൾ ഗ്രൂപ്പിന്റെ അതേപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ഇന്റൻസിറ്റി ഓഫ് ലൈറ്റിലായിരുന്നു. അതായത് രണ്ട് ഗ്രൂപ്പിനും ഒരേ ലൈറ്റ് ആയിട്ട് തുടങ്ങി. പക്ഷെ എന്ത് ചെയ്തു? പിന്നീട് അതിങ്ങനെ കുറച്ച് കൊണ്ടുവന്നു. സ്ട്രേഞ്ച്ലി പ്രോഡക്ടിവിറ്റി ഇൻക്രീസ്ഡ് ഇൻ ബോത്ത് കണ്ടീഷൻസ്. പക്ഷെ എന്ത് ചെയ്തു? 2 കണ്ടീഷനിലും പ്രോഡക്ടിവിറ്റി കൂടി. Employees seemed to be responding positively to novelty of the situation and were motivated by the desire to please the researchers. കണ്ടോ, 2 സിറ്റുവേഷനോട് അവരെന്ത് ചെയ്തു? അവർ പോസിറ്റീവ്ലി റെസ്പോണ്ട് ചെയ്തു. ലൈറ്റ് കൂടിയാലും കുറഞ്ഞാലും അവർ പോസിറ്റീവ്ലി റെസ്പോണ്ട് ചെയ്തു. കാരണം റിസർച്ചേഴ്സ് അവിടെ ഉണ്ട്, അവരെയും കൂടെ പ്ലീസ് ചെയ്യാനായിട്ട് അവർ മോട്ടിവേറ്റഡ് ആയിരുന്നു. അതിനെയാണ് നമ്മൾ ഹോത്തോൺ ഇഫക്റ്റ് എന്ന് പറഞ്ഞത്. ആ ഒരു ഹോത്തോൺ ഇഫക്റ്റ് അവിടെ ഉണ്ടായി. The result of this study lead to conclusion that there were some other factors that might be responsible for productivity. This led to the other 4 studies. അപ്പൊ അവർ മനസ്സിലാക്കി എന്താണ്? ഇലൂമിനേഷൻ ഒന്നല്ല അവിടുത്തെ കാര്യം, വേറെ എന്തൊക്കെയോ കുറച്ച് ഫാക്ടേഴ്സ് ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. സോ അവരെന്ത് ചെയ്തു? മറ്റു 4 സ്റ്റഡികളിലോട്ട് പോയി. ഓക്കെ, ഇത് മനസ്സിലായോ? ഇതിങ്ങനെ ഒരു സ്റ്റോറി പോലെ പഠിച്ചിരിക്കാം. നമുക്കിത് കാണാപ്പാടെ എഴുതി വെക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓർഗനൈസേഷണൽ ബിഹേവിയറിനെ പറ്റി ഒരു പാരഗ്രാഫ് എഴുതാം. അത് കഴിഞ്ഞിട്ട് സയന്റിഫിക് മാനേജ്മെന്റ് സ്റ്റഡീസിന് ഒരു പാരഗ്രാഫ് എഴുതാം. നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് ഈ 5 എണ്ണം എഴുതാം. ഈ 5 എണ്ണൊക്കെ നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ എഴുതി വരുമ്പോഴത്തേനും തന്നെ നമുക്കൊരു 4 പേജ് എത്തും. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് പഠിച്ചാൽ മതി. ഇങ്ങനെ കാണാപ്പാടം പഠിക്കേണ്ട, മനസ്സിലാക്കി ഒരു സ്റ്റോറി പോലെ പഠിക്കുക കേട്ടോ. Relay assembly test room. The aim of the second study was to examine the effect of certain variables like response, length of the working day, free lunch, and method of payment on the level of employees' productivity. In the second study,
കുറച്ച് വേരിയബിൾസ് എടുത്തു. അതിന്റെ എഫക്റ്റിനെ പറ്റി പഠിക്കായിരുന്നു. ഏതൊക്കെയായിരുന്നു വേരിയബിൾസ്? റെസ്പോൺസ്, അതായത് റെസ്റ്റിംഗ് ടൈം, പിന്നെ വർക്കിംഗ് ഡേയുടെ ലെങ്ത്, ഫ്രീ ആയിട്ടുള്ള ലഞ്ച്, മെത്തഡ് ഓഫ് പേയ്മെന്റ് ഓൺ ദ ലെവൽ ഓഫ് എംപ്ലോയി പ്രൊഡക്ടിവിറ്റി, ഇതൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ഒരു സ്റ്റഡി ആയിരുന്നു. ഗ്രേറ്റർ കൺട്രോൾ വാസ് എക്സസൈസ്ഡ് ബൈ പ്ലേസിംഗ് സ്മോൾ ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് ഇൻ സെപ്പറേറ്റ് റൂംസ് ദാറ്റ് വർ സിമിലർ ഇൻ ടേംസ് ഓഫ് വർക്ക് ലേഔട്ട്, ചെയർസ്, പിക്ചേഴ്സ് ആൻഡ് വർ കെപ്റ്റ് അവേ ഫ്രം ദ റെഗുലർ വർക്കിംഗ് ഫോഴ്സ്. ഒരു ഗ്രൂപ്പ് ആക്കിയിട്ട് എടുക്കുക, സ്മോൾ ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസിനെ എടുത്ത് അവര് സെപ്പറേറ്റ് റൂമുകളിലാക്കി. എല്ലാ റൂമും ഒരേപോലത്തെയാണ്. ലൈറ്റ് ആയാലും ബെഡ് ആയാലും ചെയർ ആയാലും വർക്ക് ലേഔട്ട് ആയാലും എല്ലാം സെയിം ആണ്. കെപ്റ്റ് അവേ ഫ്രം ദ റെഗുലർ വർക്കിംഗ് ഫോഴ്സ്. സിമിലർ ആയിട്ട് അവരെന്ത് ചെയ്തു? അവര് താമസിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ടാണ് അവരെ താമസിപ്പിച്ചത്. The variation in the conditions again produced extremely puzzling result. Each test period had higher production records than the preceding one. അവിടെ എന്തുണ്ടായി? പ്രൊഡക്ഷൻ കൂടുകയും ചെയ്തുള്ളൂ. അവര് ഉദ്ദേശിച്ചതിനേക്കാൾ കുറച്ചും കൂടി പ്രൊഡക്ഷൻ ഉണ്ടാവുകയാണ് ചെയ്തത്. The researchers found that the production increased irrespective of the rest causes and shorter hours. അവിടെ റെസ്റ്റിന്റെ സമയമോ അല്ലെങ്കിൽ വർക്കിംഗ് ടൈം കൂട്ടോ കുറയ്ക്കുകയോ ചെയ്തോ ഒന്നും അവരെ ബാധിച്ചില്ല. എല്ലാവരുടെയും പ്രൊഡക്ടിവിറ്റി കൂടിയതായിട്ട് കണ്ടു. By trying to control variables, they had introduced a new one by discarding the daily monotonous routine, a social situation that involved change attitudes and interpersonal situations which inspired employees to produce. ഇവിടെ എന്താണ് ഈ ഒരു വേരിയബിൾസ് കൺട്രോൾ ചെയ്തതിലൂടെ അവർ വേറൊരു കാര്യം കൂടെ കണ്ടെത്തി. സോഷ്യൽ സിറ്റുവേഷൻസ് എന്താണ്? അവരുടെ ആറ്റിറ്റ്യൂഡിനെയും ഇന്റർപേഴ്സണൽ സിറ്റുവേഷൻസിനൊക്കെ മാറ്റത്തക്ക വിധത്തിൽ ഇൻവോൾവ് ആണ്. അപ്പൊ നെക്സ്റ്റ് സ്റ്റഡിയിലോട്ട് ഈ പറഞ്ഞ വേരിയബിൾസ് ഒന്നും കാര്യമല്ല. നെക്സ്റ്റ് സ്റ്റഡിയിലോട്ട്. ഓക്കെ, മനസ്സിലായോ? ഇതുവരെ ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് വരുന്നതാണ് മാസ് ഇന്റർവ്യൂ പ്രോഗ്രാം. ഇതും കൂടെ എടുത്തിട്ട് ഞാൻ ഒന്ന് നിർത്തൂട്ടോ. അതിന്റെ പേരും ബാക്കി നമുക്ക് നാളെ പറയാം. കഴിഞ്ഞു. ഈ ഒരു 2 എക്സ്പെരിമെന്റ് വരുന്നുണ്ട്, പിന്നെ ഒബിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നുണ്ട്. ഇതിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ചാപ്റ്ററിൽ നമുക്കൊന്നും സ്കിപ്പ് ചെയ്യാനായിട്ടുള്ള. മാസ് ഇന്റർവ്യൂ പ്രോഗ്രാം. In study 3, the concern of the researchers shifted from bringing out changes in the work environment to study of attitude concerning human relations. അതായത് മൂന്നാമത്തെ സ്റ്റഡിയിലെ അവരുടെ കൺസേൺ മാറ്റി. വർക്ക് എൻവയറമെന്റിലുള്ള ചേഞ്ചസ് എന്നുള്ളത് മാറ്റി. ഇതുവരെ ചെയ്താൽ എങ്ങനെയാ? വർക്ക് എൻവയറമെന്റിൽ മാറ്റി. ഒന്ന് ഇലുമിനേഷൻ മാറ്റി നോക്കി, പിന്നെ കുറച്ച് വേരിയബിൾസ് മാറ്റി നോക്കി. നെക്സ്റ്റ് വന്നത് ഇന്റർവ്യൂ പ്രോഗ്രാം ആയിരുന്നു. An interviewing program was launched and supervisors were chosen to conduct the interviews in order to gain information about worker attitudes towards working conditions, supervision and job. കുറച്ച് സൂപ്പർവൈസേഴ്സിനെ നിയമിച്ചു ഇന്റർവ്യൂ ചെയ്യാനായിട്ട്. കുറച്ച് ഇൻഫർമേഷൻസ് അവരോട് കളക്ട് ചെയ്യാനായിട്ട് പറഞ്ഞു. വർക്കേഴ്സിന്റെ ആറ്റിറ്റ്യൂഡ്സ് ടുവേർഡ്സ് വർക്കിംഗ് കണ്ടീഷൻ, സൂപ്പർവിഷൻ ആൻഡ് ജോബ്. എംപ്ലോയീസിന്റെ ആറ്റിറ്റ്യൂഡുകൾ, അവരുടെ വർക്കിംഗ് കണ്ടീഷൻ എങ്ങനെയുണ്ട്, അവരുടെ സൂപ്പർവിഷൻ അവർക്ക് എങ്ങനെയാണ് തോന്നുന്നത്, അവരുടെ ജോലി അവർക്ക് എന്തായിട്ടാണ് തോന്നുന്നത്, ഇതൊക്കെ അറിയാനായിട്ട് ഒരു ഇന്റർവ്യൂ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാനായിട്ട് കുറച്ച് സൂപ്പർവൈസേഴ്സിനെ അവർ എന്ത് ചെയ്തു? അവരെ നിയമിച്ചു. It was found that the employees were psychologically benefited as a result of being interviewed. സൈക്കോളജിക്കലി കുറച്ച് ബെനിഫിറ്റ് ആയിട്ടാണ് അവർക്ക് തോന്നിയത്. However, it was also found that employees reacted differently to the same surroundings. Further, they were responding as part of the social organization of the group in which they worked and in relation to their position in this group. അവിടെ സൈക്കോളജിക്കലി ബെനിഫിറ്റ്സ് ഉണ്ടാവാനുള്ള കാരണം എന്താ? അവർക്ക് തോന്നി അവർ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഞാൻ ഈ ഓർഗനൈസേഷനിലെ ആരോ ആണ്, ഈ ഒരു സോഷ്യൽ ഓർഗനൈസേഷൻ ഗ്രൂപ്പിന്റെ ഒരു ഭാഗമാണ്, അപ്പൊ ഞാൻ അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യണം. In which they worked and in relation to the position in the group, and trend of emergence of informal personal leadership was also observed in these groups, which led to the 4th study. അപ്പൊ അവിടെ എന്ത് ചെയ്തു? ഒരു ഇൻഫോർമൽ പേഴ്സണൽ ലീഡർഷിപ്പ് അവരെ എമർജ് ചെയ്തു. ഇൻഫോർമൽ എന്ന് പറയുമ്പോൾ ഒഫീഷ്യൽ അല്ലാത്ത അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിലുള്ള ഒരു പേഴ്സണൽ ലീഡർഷിപ്പ് കൂടെ അവിടെ എമർജൻസ് ചെയ്തു. കാരണം എല്ലാ എംപ്ലോയീസിനും ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്യാം. അപ്പൊ അവർക്ക് ഓരോരുത്തർക്കും മനസ്സിലായി, ഞാൻ ഈ ഒരു കമ്പനിയുടെ ആരൊക്കെയാണ്, അതുകൊണ്ടാണല്ലോ എന്നെ ഇന്റർവ്യൂ ചെയ്യുന്നത്, ആ ഒരു തോന്നൽ അവർക്ക് ഉണ്ടായി. അപ്പോഴെന്ത് ചെയ്തു? പ്രൊഡക്ടിവിറ്റി കൂടി, വിച്ച് ലെഡ് ടു ദി 4th സ്റ്റഡി. അതാണ് 4ാമത്തെ സ്റ്റഡിയിലോട്ട് ലീഡ് ചെയ്തത്. ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നുണ്ട്. നാളെ നോക്കാം.
നാളെ ചിലപ്പോൾ ഒരു സെഷൻ ആയിരിക്കും. ഒന്ന് പുറത്തേക്ക് പോകാനൊക്കെ ഉണ്ട്. നെക്സ്റ്റ് വീക്ക് തൊട്ടിട്ട് നമുക്ക് 2 ക്ലാസ്, ചിലപ്പോൾ മറ്റന്നാൾ ഉണ്ടായിരിക്കും. 2 ക്ലാസ് ആയിട്ട് ഞാൻ ഇടാം കേട്ടോ. കുറച്ച് ബിസിയാണ്, അതിനെ കൊണ്ടാണ്. സോ ഓക്കെ, ബൈ. താങ്ക് യു. താങ്ക് യു മാം.